വളരെ സ്നേഹം കൂടുമ്പം കുട്ടികളെയൊക്കെ ചേർത്തിട്ട് എൻ്റെ പൊന്നേ എന്ന് വിളിക്കാറുണ്ട്. അത്ഭുതം വരുമ്പോഴും എൻ്റെ പൊന്നോ എന്ന് പറയാറുണ്ട്. ഇപ്പോൾ വാർത്തകളിലൊക്കെ വരുന്നത് 1 പവൻ സ്വർണ്ണത്തിന് 80,000 രൂപ. അത് കേൾക്കുന്ന മലയാളികളും എൻ്റെ പൊന്നേ എന്ന് വിളിക്കും. എന്തായിരിക്കും ഈ സ്വർണ്ണത്തിന് ഇങ്ങനെ ഗ്രാജുവലി വില കൂടി വരുന്നത്? മലയാളികളെ ഉദ്ദേശിച്ചാണോ? മലയാളിയെ ഉദ്ദേശിച്ചിട്ടൊന്നുമല്ല. ബട്ട് മലയാളിയുടെ ഒരു അത്ഭുത പ്രതിഭാസമാണ് ഈ ചാനലുകളിൽ കാണിക്കുന്ന സ്വർണ്ണവില. ഞാൻ ശ്രദ്ധിക്കാറുണ്ട്. പലരും ഇവിടെ മനുഷ്യൻ പട്ടിണിയും ദാരിദ്ര്യത്തിലും കിടക്കുമ്പോഴാണ് അമ്പലവും പള്ളിയും കൊണ്ടിറങ്ങിയിരിക്കുന്നൊക്കെ പറഞ്ഞ് ചീറ്റുന്ന ആൾക്കാർ ഒരിക്കലും അരിയുടെ വിലയോ പഞ്ചസാരയുടെ വിലയോ കാണിക്കാറില്ല. ടി വിയിൽ കാണിക്കുന്നത് സ്വർണ്ണവിലയാണ്. അവശ്യ സാധനങ്ങളുടെ വില ടി വിയിൽ കാണിക്കുന്നത് കണ്ടിട്ടുണ്ടോ? ഇല്ല. അരിവില കാണിക്കില്ല. വല്ലപ്പോഴും ഒരു വാർത്തയായിട്ട് എന്തെങ്കിലും വന്നു ഇത്രയേ ഉള്ളൂ. ഈ പറഞ്ഞ സാധനങ്ങളുടെ ഒരു വിലയും ടി വിയിൽ കാണിക്കില്ല. സ്വർണ്ണവില കാണിക്കും. സ്വർണം ഗ്രാമിന് ഇത്ര, പവന് ഇത്ര എന്ന് പറഞ്ഞിട്ട് എല്ലാ ചാനലുകളും കാണിക്കും. സൈഡിൽ പരസ്യം ഉണ്ടാവും ചില ജ്വല്ലറിയുടെ. അപ്പോൾ സ്വർണം ജീവിതത്തിൽ വലിയൊരു സാധനമാണ്. ആർക്ക് ഇഷ്ടപ്പെട്ടാലും ഇഷ്ടപ്പെട്ടില്ലെങ്കിലും. സ്വർണ്ണ ഭ്രാന്ത് ഇതെന്തിന് എന്നൊക്കെ ചോദിക്കും. അങ്ങനെ ചോദിക്കുന്നത് 100-ൽ 1-2 പേരേ ഉള്ളൂ. ബാക്കി 98 പേരും സ്വർണ്ണത്തെ ഇഷ്ടപ്പെടുന്നവരും സ്വർണം വാങ്ങുന്നവരും സ്വർണം സൂക്ഷിക്കുന്നവരും സ്വർണം ഐശ്വര്യമാണെന്ന് കരുതുന്നവരും ഒക്കെയാണ്. ഹിസ്റ്റോറിക്കലി അതങ്ങനെയാണ്. സിനിജി ആലോചിച്ച് നോക്കിയേ. ഇപ്പോൾ എന്താ കൊച്ചിക്ക് തീ പിടിക്കാൻ പോകുന്നു, ഓടി രക്ഷപ്പെട്ടോ എന്ന് സർക്കാർ അനൗൺസ് ചെയ്യുകയാണ് മൈക്കിലൂടെ തലങ്ങും വിലങ്ങും. എങ്ങോട്ടെങ്കിലും ഓടി രക്ഷപ്പെട്ടു. അപ്പം നമുക്ക് എന്തെങ്കിലും കയ്യിൽ വേണ്ടേ? ഓടി എങ്ങോട്ടെങ്കിലും പോയി കഴിഞ്ഞാൽ അവിടെ ജീവിക്കുന്നത് എങ്ങനെയാണ്? ഇതെപ്പോഴും മനസ്സിൻ്റെ ഉള്ളിലുണ്ടാകും. അപ്പോൾ കാശ് ചിലപ്പോൾ നഷ്ടപ്പെട്ടു, കാശ് വീട്ടിലുണ്ടാവില്ല. സ്വർണം ഉണ്ടെങ്കിൽ ഏറ്റവും കുറഞ്ഞ വോളിയത്തിൽ, കുറഞ്ഞ തൂക്കത്തിൽ കൂടുതൽ പണം കിട്ടുന്നൊരു സാധനം എന്നുള്ള നിലയ്ക്ക് സ്വർണം വാല്യുബിളാണ്. പലപ്പോഴും ഒരു 5-6 മാസം ജീവിച്ചു പോകാനുള്ള സ്വർണം കഴുത്തിലും കയ്യിലും മോതിരമായിട്ടും കമ്മലായിട്ടും ഒക്കെ ഉണ്ടാവും. അപ്പം നിന്ന നിപ്പിൽ എടുത്തോടിയാൽ പോലും പിന്നെയും 2 മാസം ജീവിക്കാനുള്ള സ്വർണം ശരീരത്തിൽ കിടപ്പുണ്ട്. ഇത് സ്വർണം മനുഷ്യന് പ്രിയപ്പെട്ടതാവാൻ ഒരു കാരണം ഇതാണ്. ഇൻ കേസ് ഓഫ് എക്സ്ട്രീം എമർജൻസി നിങ്ങൾക്ക് ഡിപ്പെൻഡ് ചെയ്യാവുന്ന ഒരു ലോഹം സ്വർണ്ണമാണ്. അത് ഏത് രാജ്യത്ത് പോയി കഴിഞ്ഞാലും അതിന് മാർക്കറ്റുണ്ട്. ഇത് ഇന്ത്യൻ സ്വർണ്ണമാണ്, ഇത് ഞങ്ങൾ എടുക്കില്ല എന്ന് ആരും പറയില്ല. വില കുറച്ച് കൂടുതലോ ഇതൊക്കെ ആവാം, ബട്ട് എടുക്കില്ല. സ്വർണം സ്വർണ്ണമല്ല, ഇത് ഇന്ത്യയിലുണ്ടാക്കിയതാണ്. ഇത് ഇങ്ങനൊരു ആർഗ്യുമെൻ്റ് ഇല്ല. Throughout the world, gold is accepted. Throughout the world, Indian rupee is not accepted. ഇന്ത്യൻ റുപ്പിയും കൊണ്ട് ഗൾഫിൽ പോയി കഴിഞ്ഞാൽ ഒരു പട്ടി പോലും മേടിക്കില്ല. ബട്ട് സ്വർണ്ണമാണ് നിങ്ങളുടെ ശരീരത്തുള്ളതെങ്കിൽ ഗൾഫുകാരനും പറയും അത് അഴിച്ചിങ്ങതാ, അത്രയെങ്കിലും പോരട്ടെ എന്ന് പറയും. അപ്പോൾ അങ്ങനെ ഒരു ഡിസ്ട്രസ്സിൽ ഡിപ്പെൻഡ് ചെയ്യാവുന്ന ഒരു ലോഹം എന്നുള്ള നിലയ്ക്ക് സഹസ്രാബ്ദങ്ങളായിട്ട് ആളുകൾ ഇതിനെ ഡിപ്പെൻഡ് ചെയ്തു. നമ്പർ 2, നമ്മളുടെ ഇന്ത്യൻ പാരമ്പര്യത്തിൽ സ്വർണത്തിന് വലിയ പ്രാധാന്യമുണ്ട്. അതുകൊണ്ട് ഈ ഈശ്വരന് നമ്മൾ കൊടുക്കുമ്പോൾ സ്വർണ്ണ പാത്രത്തിൽ കൊടുത്തു, സ്വർണം കൊണ്ട് കിരീടം സമർപ്പിച്ചു, സ്വർണം കൊണ്ട് അത് ചെയ്തു ഇത് ചെയ്തു എന്നൊക്കെ പറഞ്ഞിട്ട്, തങ്ക അങ്കി എന്നൊക്കെ പറഞ്ഞിട്ട് എല്ലാം സ്വർണവും തങ്കവും ഒക്കെയാണ്. അപ്പോൾ ഒരു ആധ്യാത്മികത സ്വർണത്തിന് വന്നു, ഒരു പരിശുദ്ധി വന്നു, ഒരു സ്റ്റാറ്റസ്, മറ്റു ലോഹങ്ങളെക്കാളും ഒരു സ്റ്റാറ്റസ് വന്നു. അത് വില കൊണ്ടുണ്ടാകുന്ന സ്റ്റാറ്റസ് അല്ല, അത് ആധ്യാത്മിക തലത്തിൽ കൊടുത്തുപോയൊരു സ്റ്റാറ്റസാണ്. അപ്പോൾ ഇതൊക്കെ കൊണ്ട് സ്വർണത്തിന് എപ്പോഴും നല്ല ഡിമാൻഡുണ്ട്. ഇപ്പോൾ വില വർദ്ധിക്കുന്നത് എൻ്റെ പരിമിതമായ അറിവ്, ഒരുപാട് കാര്യങ്ങൾ അതിനുണ്ട്. ബട്ട് ഇപ്പോൾ ഈ വാണം പോലെ കുതിച്ചു വരുന്നത് ഈ താരിഫിൻ്റെ ഒരു പ്രശ്നം കൊണ്ടുകൂടെയാണ്. കാരണം എന്തെങ്കിലും കാരണവശാൽ വ്യാപാര രംഗത്ത് ഒരു മാന്ദ്യം കണ്ടു കഴിഞ്ഞാൽ ഇൻവെസ്റ്റേഴ്സ് സ്വർണത്തിലേക്ക് പോകും. കാരണം സ്വർണം ഉറപ്പുള്ളൊരു ഇൻവെസ്റ്റ്മെൻറ്റാണ്, ഇൻട്രസ്റ്റ് ഇല്ലെന്നേ ഉള്ളൂ. സ്വർണം നമ്മൾ വാങ്ങി വെച്ചു, ഇൻട്രസ്റ്റ് കിട്ടില്ല, അതങ്ങനെ ഇരിക്കും. 10 പവൻ 10 വർഷം കഴിഞ്ഞാലും 10 പവൻ തന്നെ, കൂടാനും കുറയാനൊന്നും പോകുന്നില്ല. പക്ഷേ അത് 10 പവനാണ്, എപ്പോൾ നോക്കിക്കഴിഞ്ഞാലും 10 പവനാണ്. അപ്പോൾ ഈ ബോണ്ടുകൾ, അതിൽ മ്യൂച്വൽ ഫണ്ട്, ഇതിലൊക്കെ കളിക്കുന്ന ആൾക്കാർ
അതിലൊരു ഇൻസ്റ്റെബിലിറ്റി അല്ലെങ്കിൽ അൺപ്രഡിക്റ്റബിലിറ്റി വരുന്നു ഈ താരിഫിൻ്റെ പ്രശ്നം കൊണ്ട് എന്ന് തോന്നിക്കഴിഞ്ഞാൽ വമ്പൻ കമ്പനികൾ പതുക്കെ സ്വർണത്തിലേക്ക് ഇൻവെസ്റ്റ് ചെയ്യാം എന്ന് തീരുമാനിക്കും. അങ്ങനെ ചെയ്യുന്നു. പിന്നെ സെൻട്രൽ ബാങ്കുകൾ, ഇന്ത്യ അടക്കമുള്ള റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യ പോലെ മറ്റ് രാജ്യങ്ങളുടെ റിസർവ് ബാങ്കുകളുണ്ടല്ലോ, അവരും സ്വർണം ശേഖരിച്ചു തുടങ്ങി. കാരണം ഡോളറിൻ്റെ ഭാവി എന്താകുമെന്നറിയില്ല. ബ്രിക്സ് സ്വന്തം കറൻസി ഇറക്കുമോ, ഡോളറിനെ വെല്ലുവിളിക്കുമോ, വഴക്കാകുമോ അറിയില്ല. റൂബിൾ ട്രേഡ് അത് പണ്ട് മുതലേ ഉള്ളതാണ്, ഇപ്പോൾ അത് സ്ട്രോങ് ആയിരിക്കുന്നു. പല ഗൾഫ് കൺട്രീസും നമ്മളും തമ്മിൽ ലോക്കൽ കറൻസിയിൽ ട്രേഡ് നടക്കുന്നു. അപ്പോൾ ഡോളർ പിന്നെയും ഇന്നല്ലെങ്കിൽ നാളെ ഇത് ഇടിഞ്ഞ് വീഴും കേട്ടോ. ഇങ്ങനെ ഒരു പേടി വരുമ്പോൾ എന്ത് ചെയ്യും? സ്വർണത്തിലേക്ക് തിരിയും. പേടിക്കേണ്ട, അതിലേക്ക് തരും. അപ്പോൾ അവർ വാങ്ങിക്കഴിയുമ്പോൾ മാർക്കറ്റിൽ ഇതിൻ്റെ വില കൂടും. ഈ ഒരു പ്രതിഭാസമാണ് ഇപ്പോൾ കാണുന്നത്. പിന്നെ ആളുകൾ പഴയതിനേക്കാൾ, കേരളത്തിൻ്റെ കാര്യമെടുത്താൽ പഴയതിനേക്കാൾ പർച്ചേസിങ് പവറുണ്ട് ആളുകൾക്ക്. നമ്മൾ എന്തൊക്കെ പറഞ്ഞു കഴിഞ്ഞാലും സ്വർണ്ണക്കടയിൽ പോയി നോക്കാം, അവിടുത്തെ തിരക്ക് കണ്ടിട്ടുണ്ടോ? തൃശ്ശൂർ പൂരത്തിൻ്റെ തിരക്കാണ്. അത് ഒരു സ്വർണ്ണക്കടയിലല്ല, എല്ലായിടത്തും. മാത്രമല്ല മേജർ സ്വർണ്ണക്കടകളുണ്ടല്ലോ, അഡ്വർടൈസ്മെൻറ്റ് അത് ഇതൊക്കെ കൊടുക്കുന്ന വലിയ കടകൾ കൂടാതെ ചെറുതരം കടകൾ എത്രയുണ്ട്. ഞാൻ അത്ഭുതപ്പെട്ടിട്ടുണ്ട്. ഈ ചേർത്തല തോപ്പുംപടി റൂട്ടിൽ ബസ്സിൽ ഞാൻ എപ്പോഴും സഞ്ചരിക്കാറുണ്ട്. ഓരോ ബസ് സ്റ്റോപ്പിലും സ്വർണ്ണക്കടകളുണ്ട്. കേരളത്തിലെ ഏറ്റവും സ്വർണ്ണക്കടകൾ കൂടുതലുള്ളത് ഇവിടെയാണ്, കോഴിക്കോടിനടുത്തൊരു സ്ഥലം, കൊടുവള്ളി. അവിടെയാണ് ഏറ്റവും അധികം സ്വർണ്ണക്കടകളുള്ളത്. അത് നമ്മളുടെ ഇങ്ങേരാണ് അൻവർ, പി വി അൻവറാണ് ഇത് വെളിപ്പെടുത്തിയത്. ഇത്രയധികം സ്വർണ്ണക്കടകൾ, ചെറിയൊരു ടൗൺ. അപ്പോൾ അങ്ങനെയാണ് കേരളത്തിൻ്റെ സ്ഥിതി. കേരളത്തിൽ ആളുകളിൽ കാശില്ല എന്നൊക്കെ പറയുന്നത്, കാശില്ലാത്തവരുണ്ടാകും, വെരി മിനിസ്ക്യൂൾ മൈനോറിറ്റിയാണ്. ബാക്കിയുള്ളവരുടെ കയ്യിലൊക്കെ കാശുണ്ട്. സ്വർണ്ണക്കടയിൽ ഭയങ്കര തിരക്ക്, ജൗളിക്കടയിൽ ഭയങ്കര തിരക്ക്, ഹോട്ടലുകളിൽ ഭയങ്കര തിരക്ക്. ഭക്ഷണം കഴിക്കാൻ ഒരു ഹോട്ടലിൽ ഉച്ചയ്ക്ക് കയറാൻ പറ്റില്ല നമുക്ക്. ബോംബെയുടെ അവസ്ഥയിലേക്ക് വരികയാണ്. നേരത്തെ സീറ്റ് ബുക്ക് ചെയ്യണം, നേരത്തെ പറഞ്ഞു വയ്ക്കണം, അല്ലെങ്കിൽ അവിടെ പോയിട്ട് കാത്തു നിൽക്കണം, ഇങ്ങനെയൊക്കെ ചെയ്യേണ്ട സ്ഥിതി. അപ്പോൾ ആ അവസ്ഥയിലേക്ക് പോകുന്നു. സ്വർണം വാങ്ങാൻ ആളുടെ കാശുണ്ട്. ആളുകളുടെ കാശില്ലെങ്കിൽ സ്വർണ്ണക്കടയിൽ ഈ തിരക്കുണ്ടാവില്ലല്ലോ. ബൾക്ക് പർച്ചേസ് നടക്കുന്ന വലിയ മുതലാളിമാർ, കൊച്ചമ്മമാരൊക്കെ ഉണ്ടല്ലോ, അവർ കടയിൽ വരാറില്ല. കടക്കാരൻ ഈ ഡിസൈനും കൊണ്ട് അങ്ങോട്ട് പോവുകയാണ് ചെയ്യുന്നത് അവരുടെ വീട്ടിലേക്ക്. കാരണം അവർ ഈ വീക്കിലിയിൽ, ഇംഗ്ലീഷ് വീക്കിലിയിൽ അല്ലെങ്കിൽ ടി വിയിൽ സ്വർണത്തിന് മാത്രമായിട്ട് എന്തോ ടി വി ചാനലൊക്കെ ഉണ്ട്, സ്വർണത്തിൻ്റെ പല ഫാഷൻസും. എന്നിട്ട് അവർ കടയിലേക്ക് വിളിക്കും. ഈ ഡിസൈൻ ഉണ്ടോ? E232 എന്ന് പറഞ്ഞൊരു ഡിസൈൻ ഉണ്ടല്ലോ. ഉണ്ട് മാഡം, അത് വന്നോ? അപ്പോൾ വന്നിട്ടുണ്ട് കേട്ടോ, ബോംബെയിൽ നിന്ന് വന്നിട്ടുണ്ട്. അതൊന്ന് നോക്കാമായിരുന്നു. കാശ് തരാനില്ല, പഴയത് കഴിഞ്ഞ ആഴ്ചത്തെ ഒരു സുഖമായില്ല, അത് എക്സ്ചേഞ്ച് ചെയ്യാൻ വേണ്ടി. ആയിക്കോട്ടെ. ഉച്ചയ്ക്ക് അയാൾ ഈ സാധനങ്ങൾ മുഴുവനുമായിട്ട് ഇവരുടെ വീട്ടിൽ പോകും. വീട്ടിൽ പോയിട്ട് നോക്കിയിട്ട് അവിടെ വെച്ച് തന്നെ എക്സ്ചേഞ്ച് ചെയ്ത് ബാക്കി കാശുമൊക്കെ ആയിട്ട് തിരിച്ചു വരും. ഇതാണ് അവരുടെ പർച്ചേസ്. അല്ലാതെ അവരാരും സിനിജി കടയിൽ പോയി നോക്കുക, ഹൈ സൊസൈറ്റിയിലെ, വെരി ഹൈ സൊസൈറ്റിയിലെ ആൾക്കാരെ ഒന്നും കാണില്ല. കടയിൽ തിരക്ക് കൂട്ടുന്ന മുഴുവൻ മിഡിൽ ക്ലാസ്, ലോവർ മിഡിൽ ക്ലാസ് ആൾക്കാരാണ്. മറ്റൊരു കടയിൽ പോലും വരില്ല. കട അവരുടെ അടുത്തേക്ക് പോവുകയാണ് ചെയ്യുന്നത്. അപ്പോൾ എന്നിട്ടും ഈ കടയിൽ തിരക്ക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മിഡിൽ ആൻഡ് ലോവർ മിഡിൽ ഇൻകമുള്ള ആൾക്കാരുടെ തിരക്കാണത്. അത് ജെനുവിൻ തിരക്കാണ്. അവരുടെ കയ്യിൽ കാശുണ്ട്, അവർ സ്വർണം വാങ്ങുന്നു. ഈ മലയാളികളുടെ ഒരു സംസ്കാരത്തിൻ്റെ ഭാഗമാണ് വിവാഹം. ഈ വിവാഹത്തിൽ എത്രത്തോളം കൂടുതൽ സ്വർണം വധുവിനെ അണിയിക്കാൻ പറ്റും, അത്രത്തോളം കൂടുതൽ സ്വർണം അണിയിക്കും. ഇപ്പോൾ ഓണമൊക്കെ കഴിഞ്ഞതോടുകൂടി ഈ വിവാഹത്തിൻ്റെ ഒരു സമയമാണ്. അപ്പോൾ സ്വാഭാവികമായിട്ടും സാധാരണക്കാരായ ആളുകൾ വലിയ പ്രതിസന്ധിയിലേക്ക് പോവുകയും കാശുള്ളവൻ കൂടുതൽ സ്വർണ്ണമൊക്കെ മകൾക്ക് വേണ്ടി വാങ്ങി നൽകുകയും ചെയ്യുന്നു. ഒരു തട്ടുതിരിക്കലല്ലേ, വേർതിരിക്കലല്ലേ അത്? അങ്ങനെ ഒരു വേർതിരിവൊക്കെ സംഭവിക്കുന്നുണ്ട്. പക്ഷേ അത് അനിവാര്യമാണ്. ഒരു മനുഷ്യനായുള്ള മകളെ കല്യാണം കഴിപ്പിച്ച് കൊടുക്കുമ്പോഴുണ്ടല്ലോ, അവൾ നന്നായിട്ട് ജീവിക്കണം, പട്ടിണിയാകരുത്, ആയാൽ സ്വർണം ഇരിക്കട്ടെ. സെക്യൂരിറ്റി, മാക്സിമം സെക്യൂരിറ്റി എന്താ? സ്വർണ്ണമാണ്. അതുകൊണ്ട് 50 പവൻ 100 പവൻ എങ്ങനെയെങ്കിലുമൊക്കെ അത് സംഘടിപ്പിക്കും.
പട്ടിണി കിടന്നും സ്വർണം ഉണ്ടാക്കി മകൾക്ക് കൊടുത്തുവിടും. അതിനെ സ്ത്രീധനമാണ്, കൊള്ളില്ലാത്ത സ്വഭാവമാണ്, ഈ മഞ്ഞലോഹം കൊണ്ട് എന്തുണ്ടാവാൻ എന്നൊക്കെ പറഞ്ഞ് പ്രസംഗിക്കുകയൊക്കെ ചെയ്യാം. പ്രാക്ടിക്കലി ആളുകൾ എൻ്റെ പെൺകുച്ച് സമാധാനമായിട്ട് സന്തോഷമായിട്ട് കഴിയണം. ഇനി അഥവാ അവൾക്ക് എന്തെങ്കിലും ഒരു ദുഃഖം വന്നു കഴിഞ്ഞാൽ എടുത്ത് വിൽക്കാനോ പണയം വയ്ക്കാനോ അവളുടെ കയ്യിൽ സ്വർണം വേണം. ഇവളെ പിടിച്ചൊരുത്തനെ ഏൽപ്പിക്കുന്നു. ഈ കോന്തൻ എന്ത് ചെയ്യുന്നറിയാമല്ലോ. ഇവൻ ചിലപ്പോൾ 4 ദിവസം കഴിയുമ്പോൾ ഇവൻ വഴിയാധാരമായി എനിക്ക് ജോലിയില്ല എന്നൊക്കെ പറഞ്ഞ് ഞാൻ കുടുംബം നടക്കണ്ടേ. അപ്പോൾ അതിന് അവളുടെ കയ്യിൽ ഇത് ഏൽപ്പിച്ച് കൊടുക്കുന്നു. നമുക്കിതൊക്കെ ഒരു താത്വിക വിശകലനം നടത്തിയിട്ട് ഇതൊക്കെ മോശമാണെന്ന് സ്ഥാപിക്കാൻ വളരെ എളുപ്പമാണ്. ഞാനും അത്തരം സംസാരമൊക്കെ കേട്ടിട്ടുണ്ട്, കൊള്ളാമല്ലോ എന്ന് എനിക്ക് തോന്നിയിട്ടൊക്കെ ഉണ്ട്. ബട്ട് സാധാരണ മനുഷ്യൻ്റെ ഉള്ളിൽ സംഭവിക്കുന്നത് എന്താ? അയാൾ ഫോർ ദ സെക്യൂരിറ്റി ഓഫ് ഹർ ഡോട്ടർ ഓർ ഹിസ് ഡോട്ടർ അങ്ങേര് ഇത് കൊടുക്കുന്നു. അപ്പോൾ അത് എങ്ങനെയും അവർ വാങ്ങും. എന്തെല്ലാം നിയന്ത്രണം കൊണ്ടുവന്നാലും അവർ വാങ്ങും. അതാണ് സ്വർണ്ണക്കടയിൽ കാണുന്ന തിരക്ക്. ഈ മലയാളിയുടെ ഈ സ്വർണ്ണത്തോടുള്ള ഒരു നേരത്തെ പറയുന്ന ഭ്രാന്ത്, ആ ഭ്രാന്തുള്ളതുകൊണ്ടാണ് ഇപ്പം അക്ഷയ തൃതീയ പോലെയുള്ള ദിവസങ്ങളിൽ സ്വർണം മേടിച്ചാൽ ഭയങ്കര ഐശ്വര്യം വരും, ഇന്ന ദിവസം മേടിച്ചാൽ ഐശ്വര്യം വരും എന്നൊക്കെ പറഞ്ഞിട്ട് തന്ത്രപരമായ തട്ടിപ്പുകൾ ഈ സ്വർണ്ണക്കടക്കാർ നടത്തുന്നില്ല. എന്തിനാണ് മലയാളി അതിൽ ചെന്ന് വീഴുന്നത്? മലയാളി മാത്രമൊന്നും അല്ലെന്നേ, ഈ മലയാളത്തിന് പുറത്തെന്തായത് കുറവാണോ? തമിഴ്നാട്ടിൽ പോയി നോക്ക്, ഉമ്മിടി ബംഗാറു ചെട്ടി ആൻഡ് സൺസ് എന്നൊക്കെ പറഞ്ഞിട്ട് വാൻ സ്വർണ്ണക്കടകൾ. ത്രിഭുവൻ ദാസ് ഭീംജി സാവേരി ബോംബെയിൽ, അവർക്ക് ഇവിടെ എറണാകുളത്ത് മാർക്കറ്റ് ഇതുണ്ട്, അവർക്ക് കടയുണ്ട്. അപ്പോൾ കേരളത്തിന് പുറത്ത് ഇതിലും വലിയ സ്വർണത്തിൻ്റെ കച്ചവടവും കൺസംഷനും ഒക്കെ നടക്കുന്നതാണ്. അതിൻ്റെ കൂടെ ഇൻവേരിയബിളി തട്ടിപ്പും നടക്കും. ആളുകളെ കണ്ണ് മഞ്ഞളിക്കുന്ന രീതിയിൽ ഇടയ്ക്കൊരു ജ്വല്ലറി ഏതാണ്ട് ഇറങ്ങിയില്ലേ, 5 പവൻ കൊടുത്ത 10 പവൻ തിരിച്ചു തരും. പിന്നെ അവസാനം ജ്വല്ലറി അൽ മുക്താദിർ ജ്വല്ലറി ഞാനും ഇങ്ങനെ അത്ഭുതപ്പെട്ടു. അതിങ്ങനെ പടപടയെന്ന് പറഞ്ഞിട്ട് ബാർബർ ഷോപ്പിൻ്റെ വലിപ്പത്തിൽ പുള്ളി അങ്ങ് തുടങ്ങുകയാണ്. ഫുൾ പേജ് പരസ്യം, എല്ലാ ദിവസവും പേപ്പറിൽ പരസ്യമൊക്കെ ആയിട്ട്. തിരുവനന്തപുരത്ത് ഞാൻ നോക്കിക്കഴിഞ്ഞപ്പോൾ ഒരു പെട്ടിക്കട പോലെ മറ്റേ എന്ത് ജംഗ്ഷനാണ്, ആ ജംഗ്ഷനിൽ ബേക്കറി ജംഗ്ഷൻ്റെ അപ്പുറത്തെങ്ങാണ്ടായിട്ട് ഒരു കട, ഒരു സാധാരണ കടമുറി പോലത്തെ, അതൊരു സ്വർണ്ണക്കടയ്ക്കുള്ള ഗ്ലാമറൊന്നുമില്ല അതിന്. ബട്ട് പുള്ളി അവിടെ തുടങ്ങി. പിന്നെ അതെന്തോ തട്ടിപ്പായി വെട്ടിപ്പായി എന്നൊക്കെ പറഞ്ഞിട്ട് കാണുന്നില്ല. അപ്പോൾ ഇത് ഈ കോസ്റ്റ്ലി ഐറ്റംസ് വിൽക്കുന്നതിൻ്റെ കൂടെ നടക്കുന്ന തട്ടിപ്പ് എന്ന് വിചാരിച്ചാൽ മതി. അതിൽ പോയി ആൾക്കാർ ചാടിക്കഴിഞ്ഞാൽ എന്ത് ചെയ്യാൻ പറ്റും? അതൊക്കെ എല്ലാ സ്ഥലത്തും ഉണ്ട് കേട്ടോ, കേരളത്തിൽ മാത്രമൊന്നുമല്ല. തമിഴ്നാട്ടിൽ, ആന്ധ്രയിൽ, കർണാടകത്തിലൊക്കെ ഇതിലും ലാർജർ സ്കെയിലിലുള്ള തട്ടിപ്പൊക്കെ നടക്കുന്നുണ്ട്. നമ്മൾ കേരള വാർത്തകൾ ദിവസവും കാണുന്നതുകൊണ്ട് നമുക്ക് തോന്നുന്നു ഇത് കൂടുതലാണ്. അങ്ങനെയൊന്നുമല്ല. കേരളത്തിന് പുറത്ത് ഇഷ്ടം പോലെ സ്വർണത്തിൻ്റെ കൺസംഷനും കൂടുതലാണ്, സ്വർണത്തിൻ്റെ പേരിലുള്ള തട്ടിപ്പും കൂടുതലാണ്. എൻ്റെ പൊന്നേന്ന് തന്നെ പറഞ്ഞ് നിർത്തേണ്ടി വരും അല്ലേ? അതെ. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടണും അമർത്തുക.